രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അംശുമാൻ നേരെ ചെന്ന് ആ കപില ഋഷിയെ നമസ്കരിച്ചു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കപിലൻ പറഞ്ഞു, ഈ അശ്വത്തെ ഞാനല്ല ബന്ധിച്ചത്, ഈ അശ്വത്തെ ഞാനല്ല ഇവിടെ കൊണ്ട് കെട്ടിയത്, അത് ഇന്ദ്രൻ ചെയ്ത പണിയാണ്. ഏതായാലും യാഗം പൂർണ്ണമാകണം, അതിനുവേണ്ടിയിട്ട് ഈ അശ്വത്തെ അഴിച്ചുകൊണ്ട് പോയിക്കൊള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ഇളയച്ഛന്മാർക്ക് മോചനത്തിനുള്ള മാർഗമോ അതിനുള്ള മാർഗം ഗംഗാജലസ്പർശം മാത്രമാണ് എന്നും കപിലൻ അവരെ അറിയിച്ചു. യാഗാശ്വവുമായിട്ട് അംശുമാൻ അയോധ്യയിലെത്തി. അങ്ങനെ സഗരന്റെ യാഗം പൂർണ്ണമായി. സഗരൻ തന്റെ വാർദ്ധക്യത്തില് കൊച്ചുമകനായിരിക്കുന്ന അംശുമാനെ കിരീടം ധരിപ്പിച്ചിട്ട് കാട്ടിലെ തപസ്സിന് പോയി. ആ അംശുമാന്റെ പുത്രനാണ് ഭഗീരഥൻ. ഭഗീരഥൻ ബാല്യത്തിലെ തന്നെ മഹാതപസ്വിയാണ്. തന്റെ ഇളയ അപ്പുപ്പന്മാർക്ക് സാഗരന്മാർക്ക് 60,000 പേർക്കും പറ്റിയതായ ആ അബദ്ധം ഭഗീരഥൻ അറിഞ്ഞു. അവർക്ക് ഈ പ്രപഞ്ച ബന്ധനത്തിൽ നിന്നിട്ട് മോചനം, മോക്ഷത്തിന്റെ മാർഗം തുറന്നു കിട്ടണമെങ്കിൽ ഗംഗാസ്പർശം വേണം. ഗംഗാനദി അവരുടെ ആ ചാരത്തിൽ ചെന്ന് തൊട്ടാൽ മാത്രമേ അവർക്ക് പാപം തീർന്ന് അവർക്ക് മോചനം ലഭിക്കുള്ളൂ. അവരുടെ ആത്മാവിന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ കഠിന തപസ് ആരംഭിച്ചു. ഗംഗാനദിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. ഗംഗാനദി പറഞ്ഞു, ഞാൻ വിഷ്ണുവിന്റെ പാദത്തിൽ കുടികൊള്ളുന്നവളാണ്, അതുകൊണ്ട് വിഷ്ണുവിനെ തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങണം. അതേപോലെ തന്നെ സാക്ഷാൽ മഹാദേവന്റെ പട്ടമഹിഷിയാണ് ഞാൻ. മഹാദേവനെയും തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങണം, എങ്കിൽ മാത്രമേ എനിക്ക് പാതാളത്തിലേക്ക് വരാനാവുള്ളൂ. ഗംഗാനദി പറഞ്ഞതനുസരിച്ചിട്ട് ഭഗീരഥൻ പിന്നെ വിഷ്ണുവിനെ തപസ് ചെയ്ത് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി. തന്റെ പാദങ്ങളിൽ നിശ്ചലമായി കുടികൊള്ളുന്ന ഗംഗാനദിയെ അങ്ങ് ഉണങ്ങി വരണ്ടു കിടക്കുന്ന ആ സമുദ്രം ആകുന്ന ആ കുഴിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് മഹാവിഷ്ണു സമ്മതിച്ചു. തുടർന്ന് വീണ്ടും അദ്ദേഹം കൈലാസനാഥനായിരിക്കുന്ന സാക്ഷാൽ ശങ്കരനെ തപസ് ചെയ്തു. അദ്ദേഹത്തെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹവും നേടി. അദ്ദേഹം സമ്മതിച്ചു ഗംഗയെ ഭൂമിയിലൂടെ ഒഴുക്കിയിട്ട് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോഴേക്കും ഗംഗാ ഭഗവതി ഈ ഭഗീരഥനോട് പറഞ്ഞു, അങ്ങ് മഹാമേരുവിന്റെ മുകളിൽ കയറി നിന്നിട്ട് അങ്ങയുടെ തേരിൽ വേണം അവിടെ വരാൻ. ആ തേരിൽ നിന്നുകൊണ്ട് ശംഖം മുഴക്കുക. ശംഖം മുഴക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഞാൻ തിരയടിച്ച് വന്നുകൊള്ളും. അങ്ങനെ മഹാമേരുവിന്റെ മുകളിൽ കയറി നിന്ന് ഭഗീരഥൻ ശംഖം മുഴക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ പാദത്തിൽ അതുവരെ നിശ്ചലമായി കുടികൊണ്ടിരുന്നതായ ഗംഗ അവിടെ നിന്ന് തിരമാല കൈകൾ ഇളക്കിക്കൊണ്ട് പ്രവഹിക്കാൻ തുടങ്ങി. അതാണ് വിഷ്ണുപാദച്യുതം ദിവ്യം. വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങിയ ദിവ്യ നദിയാണ് ഗംഗ. അവിടെ നിന്നിട്ട് അത് നേരത്തെ പറഞ്ഞ സൂക്ഷ്മമണ്ഡലങ്ങളിലൂടെ ദേവലോകത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. അതാണ് ത്രിപഥകയായി തീർന്നത്. 3 മാർഗങ്ങളോട് കൂടിയുള്ളതാണ് ഗംഗ. ഈ സൂക്ഷ്മലോകങ്ങൾ അതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് ദേവലോകം എന്നിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ദേവലോകത്തിലൂടെ പ്രവഹിച്ചു വരുന്നു ഗംഗ.
ദേവന്മാര് വളരെയേറെ സന്തോഷിച്ച്, ഈ ദിവ്യലോകങ്ങളിലുള്ള ആത്മാക്കൾ ഗംഗയെ കണ്ട് വളരെയേറെ സന്തോഷിച്ച് ഗംഗാദേവിയെ പുഷ്പങ്ങളാലും വേദമന്ത്രങ്ങളാലും പൂജിക്കുകയാണ്. അങ്ങനെ ആ ലോകങ്ങളെല്ലാം പവിത്രീകരിച്ചുകൊണ്ട് ആ ഗംഗ ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങുക. പക്ഷേ ഗംഗ ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാല് ഈ ഭൂമണ്ഡലത്തില് അത് ഒരിക്കലും ഒതുങ്ങില്ല. ഭൂമിക്ക് ആ ഗംഗയുടെ ആ വീഴ്ചയെ, ആ പതനത്തെ താങ്ങാൻ ശേഷിയുണ്ടാവില്ല. സാക്ഷാൽ മഹാദേവനോട് തന്നെ പ്രാർത്ഥിച്ചു. ഭഗീരഥൻ മഹാദേവൻ കൈലാസ ശിഖരത്തിന് മുകളിൽ നിന്ന് തന്റെ ജടയില് ഈ ഗംഗാപ്രവാഹത്തെ ഏറ്റുവാങ്ങി. ആ ജടയ്ക്കുള്ളിൽ നിൽക്കുകയാണ് ആ ഗംഗ. ജടാകടാഹ സംഭ്രമഭ്രമൻ നിലിംബ നിർച്ഛരി വിലോല വീചിപല്ലരി വിരാജമാനമൂർധനി ധഗത് ധഗത് ധഗജ്വലലാടപട്ടപാവകെ കിശോര ചന്ദ്രശേഖരെ രതി പ്രദക്ഷിണം മമ. നൃത്തം ചെയ്യുന്ന, താണ്ഡവം ചെയ്യുന്ന ചന്ദ്രശേഖരനെ, മഹാദേവനെ സ്തുതിക്കുന്ന പഞ്ചജാമര സ്തോത്രം, രാവണകൃതം എന്നാണ് ഇതിന് പ്രസിദ്ധി. രാവണൻ നിർമ്മിച്ച സ്തോത്രമാണിതെന്നാണ്. അങ്ങനെ ജടാകടാഹ സംഭ്രമഭ്രമൻ നിലിംബ നിർജ്ജരി, ദേവന്മാരുടെ നദി ഗംഗ, അദ്ദേഹത്തിന്റെ ജടയ്ക്കുള്ളിൽ ഇങ്ങനെ കിടന്ന് തിരയടിച്ചിളകുകയാണ്. അവിടുന്നിട്ട് വെളിയിലേക്ക് ചാടാൻ മാർഗമില്ല. ഇതാ മുന്നിൽ നിന്നുകൊണ്ട്, കൈലാസത്തിന് താഴെ നിന്നുകൊണ്ട്, തേരിൽ നിന്നുകൊണ്ട് ഭഗീരഥൻ ശംഖം മുഴക്കുന്നു. തനിക്ക് പിന്നാലെ പായണം, പക്ഷെ അതിന് വഴിയില്ല. ജടയ്ക്കുള്ളിൽ പെട്ടുപോയിരിക്കുന്നു. അതാണ് അവിടെ കിടന്ന് തിരയടിച്ച് പുറത്തു ചാടാൻ മാർഗമില്ലാതെ ആകെ ഭ്രമിക്കുന്ന ഗംഗ. വീണ്ടും ഭഗീരഥൻ മഹാദേവനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. മഹാദേവൻ അനുഗ്രഹിച്ചു. തന്റെ ജടയുടെ ഒരു ഭാഗത്തുകൂടി ഗംഗയ്ക്ക് പ്രവഹിക്കാനായിട്ട് അനുവാദം നൽകി. അങ്ങനെ ശങ്കരസ്യ ജടാചൂടാത് ഭ്രഷ്ടാം സാഗര തേജസ, ശങ്കരന്റെ മഹാദേവന്റെ ആ ജടയിൽ നിന്നിട്ട്, ആ ജടക്കെട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഭൂമിയിലേക്ക് ഒഴുകുന്നതായ ഗംഗ. എന്തുകൊണ്ട്? സാഗര തേജസ, സഗരന്റെ വംശത്തിൽ പിറന്ന ഭഗീരഥന്റെ തപോബലത്താൽ പ്രവഹിക്കുന്നവളായ ഗംഗ അങ്ങനെ ഭാരതഖണ്ഡത്തിലൂടെ ഒഴുകി. കഴിഞ്ഞ ദിവസം ആ ഗംഗ ഹരിദ്വാറിലൂടെ, കനഖലത്തിലൂടെ ഒഴുകുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഭാരതഖണ്ഡത്തിലൂടെ ഒഴുകിയിട്ട് നേരെ ഭഗീരഥന്റെ തേരിന്റെ പിന്നാലെ, തേര് പോകുന്ന വഴിയിൽ കൂടിയാണ് ഗംഗ പ്രവഹിക്കുന്നത്. ആ ശബ്ദം ഏത് തേരിൽ നിന്നിട്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുവോ ആ ശബ്ദത്തെ പിന്തുടർന്നാണ് ഗംഗ തിരമാലകൾ ഇളക്കിക്കൊണ്ട് പാഞ്ഞു ചെല്ലുന്നത്. അങ്ങനെ പാഞ്ഞു ചെന്ന് ഇതിനിടയ്ക്ക് ജന്നു മഹർഷിയുടെ ആശ്രമത്തിലൂടെ പോകുന്നുണ്ട്. ജന്നു മഹർഷി ഗംഗയെ മുഴുവൻ കുടിച്ചു വരിച്ചു കളഞ്ഞു തന്റെ തപോബലം കൊണ്ട്. ഗംഗയെ കാണുന്നില്ല. ഭഗീരഥൻ കാരണം അന്വേഷിച്ചു ചെന്നു. അപ്പോഴേക്കുമാണ് ജന്നു മഹർഷി ഗംഗയെ പാനം ചെയ്തു എന്നറിയണത്. ജന്നു മഹർഷിയെ തന്റെ വേദ മന്ത്ര സ്തോത്രങ്ങൾ കൊണ്ട് സംപ്രീതനാക്കി. ജന്നു മഹർഷി തന്റെ ഉദരത്തിൽ നിന്നിട്ട് ആ ഗംഗയെ പുറത്തെടുത്തു, പ്രവഹിക്കാനായിട്ട് അനുവദിച്ചു. അതുകൊണ്ട് ജാഹ്നവി എന്ന് ഗംഗയ്ക്ക് പേര് വന്നു. ജന്നുവിന്റെ മകൾ. കുറെ കാലം ജന്നുവിന്റെ ഉദരത്തില് കഴിഞ്ഞവളാണ് ഗംഗ. അങ്ങനെ ജന്നുവിന്റെ ഉദരത്തിൽ നിന്നിട്ട് പിറന്നു ഗംഗ. അതുകൊണ്ട് ജാഹ്നവി. ഭഗീരഥന്റെ തപോബലം കൊണ്ടാണ് ഗംഗ ഇങ്ങനെ പ്രവഹിച്ചു വരുന്നത്. അതുകൊണ്ട് ഭാഗീരഥി എന്ന് ഗംഗയ്ക്ക് പേര്. ജാഹ്നവിയാണ് ഗംഗ, ഭാഗീരഥിയാണ് ഗംഗ. അങ്ങനെ ഭൂമിയിലൂടെ പ്രവഹിച്ച് അങ്ങ് വരണ്ടു കിടക്കുന്നതായ സമുദ്രത്തിൽ ചെന്നിറങ്ങി. ആ സമുദ്രം മുഴുവൻ നിറച്ചു. അഗസ്ത്യ മഹർഷി കുടിച്ചു വറ്റിച്ചതായ സമുദ്രം വെള്ളം കൊണ്ട് നിറയുന്നത് അപ്പോഴാണ്. തുടർന്ന് ആ തേര് പാതാളത്തിലേക്ക് പോവാണ്. അതിന് പിന്നാലെ ഗംഗയും പാതാളത്തിലേക്ക്. ഗംഗ പാതാളത്തിലെത്തി. അവിടെ സകരന്മാര് കത്തിക്കരിഞ്ഞ് ഇങ്ങനെ നിറവിറയായി കിടപ്പുണ്ട്. ആ ഗംഗാജല സ്പർശത്താൽ സകരന്മാരുടെ പാപങ്ങൾ എല്ലാം തീർന്ന് സാഗരന്മാരുടെ
പാപം എല്ലാം തീർന്ന് അവർ വിമുക്തരായി തീർന്നു. അതാണ് ഇന്നലെ ചിന്തിച്ചതായ ശ്ലോകം. സ്വർഗമേറാൻ സകരസുതർക്കൊരു കൽപ്പടവ് ചമച്ചതുമാതിരി അതിരി രാജാവതരണയായി ഗംഗ വന്നെത്തി വീഴും കനകലംബൂകണം. രഘദൂതത്തിലെ ഭാഗം, തിരുനെല്ലൂരിന്റെ വിവർത്തനം. അങ്ങനെ ആ ഗംഗാനദി വന്ന് ആ സകരന്മാർക്ക് മോക്ഷമരുളി. സകരന്മാര് ആ ഗംഗാ സാന്നിധ്യത്താൽ, ഗംഗയുടെ അനുഗ്രഹത്താൽ ആ ഗംഗയിലൂടി അവർ വിമുക്തരായി തീർന്നു. ഗംഗയുടെ പുണ്യത്താൽ വിമുക്തരായി തീർന്നു. അതാണ് അപാപാം, പാപമില്ലാത്തവളാണ് ഗംഗ എന്ന് മാത്രമല്ല പാപനാശിനിയും. എത്ര കൊടിയ പാപം ചെയ്തവരുടെ പാപമായാൽ പോലും ഗംഗ ഇല്ലാതാക്കി തീർക്കും. സകരന്മാരുടെ ആ പാപത്തെ പരിപൂർണമായി ദൂരീകരിച്ച് സകരന്മാർക്ക്, സകരപുത്രന്മാർക്ക് അഥവാ സാഗരന്മാർക്ക് മോക്ഷപദത്തെ അരുളി ഗംഗ. അങ്ങനെയുള്ളതായ ആ ഗംഗയെ ശ്രീരാമൻ കണ്ടു. ഈ സകരന്റെയും അദ്ദേഹത്തിന്റെ മക്കളും ഭഗീരഥനും ഒക്കെ ആരാണ്? ശ്രീരാമചന്ദ്രന്റെ അനേക തലമുറ മുമ്പുള്ള മുത്തച്ഛന്മാരാണ് അവരെല്ലാവരും. രാമന് അങ്ങേയറ്റം ആരാധ്യർ. ഇങ്ങനെ സാഗരന്മാരാണ് സമുദ്രത്തെ, വരണ്ടു കിടന്ന സമുദ്രത്തെ ജലം നിറച്ചിങ്ങനെ വളർത്തിയത്. അതുകൊണ്ട് സമുദ്രത്തിന് സാഗരം എന്ന പേര്. അങ്ങനെയാണ് സമുദ്രത്തിന് ആ പേര് വരിക. അതാണ് ശങ്കരസ്യ ജടാജൂടാത് ഭ്രഷ്ടാം സാഗര തേജസ. സകരന്റെ വംശത്തിൽ പിറന്ന രാജകുമാരനായിരിക്കുന്ന ഭഗീരഥന്റെ തേജസ് കൊണ്ട് ശങ്കരന്റെ ജടാജൂടത്തിൽ നിന്നിട്ട് ഇങ്ങനെ പ്രവഹിച്ച് ഒഴുകുന്നവളാണ് ആ ഗംഗാനദി. സമുദ്രമഹിഷീം ഗംഗാം. അങ്ങനെയുള്ള ആ ഗംഗാനദിയെ നമ്മൾ സമുദ്രത്തിന്റെ പത്നിയായി കാണുന്നു. നദികളെയെല്ലാം നമ്മൾ സമുദ്ര പത്നിമാരായിട്ടാണ് കാണുക. ലൗകികന്മാരായ നമ്മൾ സമുദ്രത്തിന്റെ ഭാര്യയായി കാണുന്നു. അങ്ങനെ സമുദ്രമഹിഷീം ഗംഗാം, സമുദ്രത്തിന്റെ പത്നിയായിരിക്കുന്ന ഗംഗയെ രാമൻ കണ്ടു. എങ്ങനെയുള്ള ഗംഗ? സാരസ ക്രൗഞ്ചനാദിതാം. സരസൻ കൊക്കുകളെ കൊണ്ടും ക്രൗഞ്ച പക്ഷികളെ കൊണ്ടും അതേപോലുള്ള സുന്ദരാകൃതികളായ പറവകളെ കൊണ്ടും ശബ്ദായമാനമായിരിക്കുന്ന അവരുടെ വിഹരണത്താൽ, അവയുടെ സംഗീതത്താൽ അങ്ങേറ്റം മുഖരിതമായിരിക്കുന്ന ആ ഗംഗാനദിയെ രാമൻ കണ്ടു. കണ്ടിട്ട് ആസസാദ മഹാബാഹു ശൃംഗവേരപുരം പ്രതി. ആ ഗംഗാതീരത്ത്, ഗംഗയുടെ വടക്കേ തീരത്ത് രാമൻ എത്തിയ സ്ഥലത്തിന് കുറച്ചപ്പുറത്തായിട്ടാണ് ശൃംഗവേരപുരം. രാമൻ ആ ശൃംഗവേരപുരത്തിന്റെ അടുത്തെത്തി. അവിടെ അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ആലോചിക്കുകയാണ്. സുമന്ത്രം അബ്രവീത് സൂതം ഇഹൈവാദ്യവസാമഹേ. അദ്ദേഹം തന്റെ തേരാളിയായിരിക്കുന്ന സുമന്ത്രരോട് പറഞ്ഞു, അല്ലയോ സുമന്ത്രരെ, ഇവിടെ തന്നെ നമുക്ക് ഇന്ന് വസിക്കാം. ഇതാ സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ഗംഗാതീരത്ത് തന്നെ വസിക്കാം. രാമന്റെ കാരണവരായിരിക്കുന്ന മുത്തച്ഛനായിരിക്കുന്ന ഭഗീരഥൻ വളർത്തിയ ആ ഗംഗയുടെ തീരത്ത് ആ കഥകളെല്ലാം ഹൃദയത്തിൽ അനുരണനം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇവിടെ തന്നെ വസിക്കാം എന്ന് രാമൻ സുമന്ത്രരോട് പറഞ്ഞു. അതുകൊണ്ട് അല്ലയോ സുമന്ത്രരെ, ഇവിടെ വസിക്കാൻ വേണ്ടിയിട്ടുള്ളതായ തയ്യാറെടുപ്പുകൾ നടത്തുക. എവിടെയാ വസിക്കേണ്ടത്? അതിന്റെ അവൻ തന്നെ പറയുന്നുണ്ട്. അവിദൂരാത് അയം നദ്യ ബഹുപുഷ്പ പ്രവാളവാൻ സുമഹാൻ ഇംഗുദീ വൃക്ഷോ വസാമോ അത്രൈവ സാരഥേ. അല്ലയോ സാരഥേ, നമുക്ക് ഇവിടെ തന്നെ വസിക്കാം. ഇതാ ഇവിടെ നിന്നിട്ട് തൊട്ടപ്പുറത്തായിട്ട് കാണുന്നില്ലേ, വളരെയേറെ പുഷ്പങ്ങളെ കൊണ്ടും വളരെയേറെ പഴങ്ങളെ കൊണ്ടും വളരെയേറെ മനോഹരമായിട്ട് ഇങ്ങനെ ശോഭിക്കുന്നതായ വലുതായ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതായ ഇംഗുദീ വൃക്ഷം, ഓടൽ മരം, അതിന്റെ ചുവട്ടില് അല്ലയോ സുമന്ത്രരെ നമുക്ക് ഇന്ന് വസിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് പ്രേക്ഷാമി സരിതാം ശ്രേഷ്ഠാം സമ്മാന്യ സലിലാം ശിവാം. ഈ ഗംഗാനദിയെ കാണാം. ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ഗംഗാനദിയെ
പവിത്രമായിരിക്കുന്ന ജലത്താൽ സമ്പൂർണമായിരിക്കുന്ന ഈ ഗംഗാനദിയെ, അതേപോലെ മംഗളരൂപിണിയായിരിക്കുന്ന ഈ ഗംഗാനദിയെ അവിടെ ഇരുന്ന് ഈ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം, കണ്ട് ആസ്വദിക്കാം. ഇങ്ങനെ രാമൻ പറഞ്ഞ അവസരത്തില് സുമന്ത്രർക്ക് സന്തോഷമായിരുന്നു, ലക്ഷ്മണന് സന്തോഷമായിരുന്നു, സീതാദേവിക്ക് അത് സന്തോഷമായിരിക്കുന്നു. എല്ലാവരും അവിടെ തേരിൽ നിന്നിറങ്ങി. അവിടെ ശ്രീരാമചന്ദ്രന് ആ വൃക്ഷത്തിന്റെ ചുവട്ടില് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ വിശ്രമസ്ഥാനം ഒരുക്കി ലക്ഷ്മണകുമാരൻ. അതൊരുക്കാൻ വേണ്ടിയിട്ട് സുമന്ത്രരും കൂടെ കൂടി. അങ്ങനെ ഉടനെ തന്നെ വിശ്രമസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. രാമനോട് വിശ്രമിക്കാൻ. സൂര്യൻ അസ്തമിക്കാറായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നിട്ട് അധികം ദൂരമല്ലല്ലോ ശൃംഗവേരപുരം.